ഇന്ന് ഞാൻ മണിപ്പൂരിൽ നിന്നുള്ള ഒരു നാടോടി കഥ പറഞ്ഞു തരാം. മോൾദീൻ ചാൻ്റെ കഥ. മോൾദീൻ ചാൻ ഗ്രാമത്തിൽ വീട്ടിലെ അച്ഛനോടും അമ്മയോടും ഒപ്പം വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു വരികയായിരുന്നു. അവൾ വളരെ മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു. അവൾക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ്റെ പേരാണ് യാങ് ചാൻ. ഈ യാങ് ചാൻ എല്ലാ കാര്യങ്ങളും വളരെയധികം വേഗത്തിലാണ് ചെയ്യുന്നത്. അവന് ഒരു കാര്യവും പതുക്കെ ചെയ്താൽ സമാധാനമില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരോട് അവൻ എപ്പോഴും പന്തയം വെക്കും. അല്ലെങ്കിൽ തൻ്റെ വേഗം പരീക്ഷിക്കാനുള്ള, വേഗത്തിൽ ചെയ്യാനുള്ള മത്സരങ്ങൾ താ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലൊരു ആൾക്കൂട്ടം കണ്ടിട്ട് മോൾദീൻ ചാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു മത്സരം നടക്കുകയാണ്. ആൾക്കാർ തമ്മിൽ വാതി വെക്കുന്നു. ചില ആൾക്കാർ യാങ് ചാനോട് പറയും, ഞാനൊരു പന്ത് മേളിലോട്ട് എറിയാൻ പോവാണേ, ആ പന്ത് താഴെ വരുന്നതിനകം നീ 8 പാത്രം നിറയെ ചോറുണ്ണണം. എന്നിട്ട് അയാൾ പന്ത് മുകളിലേക്ക് എറിഞ്ഞു. ആ പന്ത് താഴെ എത്തുന്നതിന് മുമ്പേ യാങ് ചാൻ 8 പാത്രം ചോറുണ്ട് കഴിഞ്ഞു. മറ്റൊരാൾ പറഞ്ഞു, ഞാനിന്ന് കണ്ണടച്ച് തുറക്കാൻ പോവാണേ, ഞാൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നീ 8 കുപ്പി വെള്ളം കുടിക്കണം. അയാൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ യാങ് ചാൻ വെള്ളം കുടിച്ചു കഴിഞ്ഞു. ഇത്തരം പന്തയങ്ങളൊക്കെ യാങ് ചാൻ വളരെയധികം ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മോൾദീൻ ചാൻ ചെന്ന് നോക്കുന്ന കണ്ടപ്പോൾ യാങ് ചാൻ അവളോട് പറഞ്ഞു, നീയും എനിക്കൊരു മത്സരം താ, നമുക്ക് പന്തയം വെക്കാം. നീ പറയുന്ന കാര്യം നീ പറയുന്ന സമയത്തിനകം ഞാൻ ചെയ്ത് തീർത്തില്ലെങ്കിൽ നീ ആവശ്യപ്പെടുന്ന എന്തും ഞാൻ സാധിച്ചു തരാം. അപ്പോൾ മോൾദീൻ ചാൻ പറഞ്ഞു, നിനക്ക് നാണമില്ലേ കഴിവുകൾ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ആവശ്യമില്ലാതെ പ്രദർശിപ്പിക്കാൻ? നിൻ്റെ ഈ കഴിവുകളൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനല്ലേ ഉപകരിക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെ മത്സരം ചെയ്യിക്കാനാണോ? യാങ് ചാന് വലിയ വിഷമം തോന്നി. നേരാണല്ലോ മോൾദീൻ ചാൻ പറയുന്നത്, തനിക്ക് വലിയ വേഗതയുണ്ട്, കാര്യം ശരി തന്നെ, പക്ഷേ തന്നെ ആർക്കും ഒരു ഉപകാരവും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ യാങ് ചാൻ അന്നു മുതൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മോൾദീൻ ചാൻ കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയി. കാട്ടിലൊക്കെ നടന്ന് കുറേ ചുള്ളിക്കമ്പുകളൊക്കെ പറക്കി അവൾ വലിയൊരു കെട്ടാക്കി. ആ കെട്ട് അവൾ പൊക്കാൻ നോക്കുമ്പോൾ പൊങ്ങുന്നില്ല, നല്ല ഭാരമുണ്ട്. ഈ വലിയ കെട്ട് വിറക് ഒന്ന് തലയിൽ പൊക്കി വെക്കാൻ ആരെങ്കിലും സഹായത്തിന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് മോൾദീൻ ചാൻ ചുറ്റുപാടും നോക്കി, ആരെയും കണ്ടില്ല. അപ്പോൾ മരത്തിന് മുകളിൽ നിന്ന് ചൂളം വിളിക്കുന്ന പോലെ ഒരു ശബ്ദം കേട്ടു. മരത്തിന് മുകളിൽ ആരോ ഉണ്ടെന്നും അയാളെ സഹായത്തിന് വിളിക്കാമെന്നും മോൾദീൻ ചാൻ കരുതി. അവൾ മരത്തിന് താഴെ ചെന്ന് മുകളിലേക്ക് നോക്കി. ആരെയും കണ്ടില്ലെങ്കിലും ഇലകൾ അനങ്ങുന്നത് കണ്ടു. അപ്പോൾ അതിന് മുകളിൽ ആരോ ഉണ്ടെന്ന് തോന്നി അവൾ, എന്നെ ഒന്ന് സഹായിക്കാമോ, താഴേക്കൊന്ന് വന്നിട്ട് ഈ വിറക് കെട്ട് എടുത്ത് എൻ്റെ തലയിലൊന്ന് വെച്ച് തരാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് അവൾ അവിടെ ഒരു തലയോട്ടിയും കുറേ എല്ലും കഷ്ണങ്ങളും കണ്ടത്. അവൾ പേടിച്ചു പോയി. മരത്തിന് മുകളിൽ ഒരു ഭൂതത്താനാണെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. കാര്യം മനസ്സിലായതും അവൾ ഓടി. പക്ഷേ സഹായം അഭ്യർത്ഥിച്ച മോൾദീൻ ചാനെ അങ്ങനെ വിടാൻ ഭൂതം തയ്യാറല്ലായിരുന്നു. ഭൂതം അവളുടെ പിന്നാലെ ഓടിയെത്തി അവളെ പിടിച്ച് ഭൂതത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി കളഞ്ഞു. വിറക് ശേഖരിക്കാൻ പോയ മോൾദീൻ ചാൻ വൈകുന്നേരമായിട്ട് എത്താതായപ്പോൾ അവളുടെ മാതാപിതാക്കൾ അവളെ അന്വേഷിച്ചിറങ്ങി. ഒരുപാട് നേരം അന്വേഷിച്ചു, കണ്ടില്ല. കാട്ടിലെ മരത്തിന് ചുവട്ടിൽ അവൾ ശേഖരിച്ച വിറക് കെട്ടുണ്ടായിരുന്നു. കുറച്ചപ്പുറത്തേക്ക് മാറി കുറേ എല്ലിൻ കഷ്ണങ്ങളും തലയോടും കിടപ്പുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അവളെ ഭൂതം പിടിച്ചുകൊണ്ട് പോയതാണ് എന്നവർ തീർച്ചപ്പെടുത്തി. ഇതിനു മുമ്പും പലരെയും ഇങ്ങനെ ഭൂതം പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. കുറേ കാലം ഭൂതത്തിൻ്റെ കൊട്ടാരത്തിലെ ജോലിയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അവരുടെ ആരോഗ്യം നശിക്കുമ്പോൾ അവരെ കൊന്നു തിന്നു കളയും ഭൂതം. മോൾദീൻ ചാൻ്റെ ഗതിയും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നെല്ലാവരും കരുതി. ഭൂതത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് അവളെ രക്ഷപ്പെടുത്താൻ പോകാൻ ആർക്കും പറ്റുമായിരുന്നില്ല. എല്ലാവർക്കും പേടിയാണ്. പക്ഷേ യാങ് ചാൻ പറഞ്ഞു, മോൾദീൻ ചാൻ എൻ്റെ സുഹൃത്താണ്, അവളെ അങ്ങനെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല, ഞാൻ അവളെ പോയി രക്ഷപ്പെടുത്തിക്കൊണ്ടുവരും. ഗ്രാമത്തിലുള്ള എല്ലാവരും പറഞ്ഞു, അയ്യോ പോവല്ലേ, ഭൂതത്താൻ നിന്നെയും കൂടെ പിടിച്ച് തിന്നു കളയും. പക്ഷെ യാങ് ചാൻ സമ്മതിച്ചില്ല. അവന് ഭൂതത്തിൻ്റെ കൊട്ടാരം അന്വേഷിച്ച് മലമുകളിലേക്ക് പോയി. അവൻ വളരെയധികം വേഗത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞൊടിയിടയിൽ അവൻ മലയുടെ മുകളിലെത്തി. കുറേ അന്വേഷിച്ചപ്പോൾ ഭൂതത്തിൻ്റെ കൊട്ടാരം കണ്ടുപിടിക്കുകയും ചെയ്തു. അവൻ ചെല്ലുമ്പോൾ ഭൂതത്തിൻ്റെ കൊട്ടാരത്തിൽ ഭൂതം ഉണ്ടായിരുന്നില്ല. ഭൂതത്തിൻ്റെ കുറേ സേവകന്മാരായ കുട്ടി ഭൂതങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവരെല്ലാവരും കൂടി കുറേ വാളും പരിചയൊക്കെ എടുത്തിട്ട് അവനോട് യുദ്ധത്തിന് വന്നെങ്കിലും യാങ് ചാൻ വളരെ വേഗത്തിൽ യുദ്ധം ചെയ്തു. ഭൂതത്താന്മാർക്ക് അവൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത കാരണം അവൻ എവിടെ നിന്ന് ആക്രമിക്കുമെന്ന് പറയാൻ പോലും പറ്റിയില്ല. അവൻ മുന്നിൽ നിന്ന് ആക്രമിക്കും എന്ന് ഭൂതത്താന്മാർ കരുതും. പക്ഷെ അപ്പോഴേക്കും യാങ് ചാൻ്റെ വാള് പിന്നിൽ നിന്നെത്തും.
പിന്നിലാണ് അവനെന്ന് കരുതി തിരിയുമ്പോഴേക്കും വശങ്ങളിൽ നിന്ന് യാങ്ചാൻ വാളി വീശും. കുട്ടിഭൂതങ്ങളെ തുരുതുര കൊന്നു വീഴ്ത്തിയിട്ട് മോൾദീൻ ചാനെ എടുത്ത് തോളത്ത് വെച്ച് യാങ്ചാൻ വേഗത്തിൽ കുന്നിറങ്ങി താഴേക്ക് പോയി. അങ്ങനെ ഭൂതം വന്നപ്പോഴേക്കും യാങ്ചാൻ മോൾദീൻ ചാനെ കൊണ്ട് രക്ഷപ്പെട്ടിരുന്നു. കുറേ നേരം യുദ്ധം ചെയ്തതല്ലേ, അതിൻ്റെ കൂടെ മോൾദീൻ ചാനെ പുറത്ത് വെച്ചാണ് ഓടുന്നത്. കുറേ ദൂരം ചെന്നപ്പോഴത്തേക്ക് യാങ്ചാൻ ക്ഷീണിച്ചു. അപ്പോൾ യാങ്ചാൻ മോൾദീൻ ചാനോട് പറഞ്ഞു, നമുക്ക് ഏതെങ്കിലും മരച്ചുവട്ടിലിരുന്നൊന്ന് വിശ്രമിക്കാം, കുറേ നേരം കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര ചെയ്യാം. യാങ്ചാൻ്റെ ക്ഷീണം കണ്ടപ്പോൾ മോൾദീൻ ചാന് മനസ്സിലായി യാങ്ചാൻ വല്ലാതെ ക്ഷീണിച്ചു, ഇനി വിശ്രമിക്കാതെ പറ്റില്ല. അപ്പോൾ മോൾദീൻ ചാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ഈ മരത്തിന് ചുവട്ടിൽ കിടന്ന് ഉറങ്ങ്, ഞാൻ നിനക്ക് കാവലിരിക്കാം. പൂത്താൻ ഏത് നിമിഷവും നമ്മളെ അന്വേഷിച്ചെത്തും, അപ്പോൾ നമുക്ക് വീണ്ടും ഓടി രക്ഷപ്പെടാനുള്ളതാണ്. യാങ്ചാൻ സമ്മതിച്ചു. അങ്ങനെ യാങ്ചാൻ മരച്ചുവട്ടിൽ കിടന്നുറങ്ങി, മോൾദീൻ ചാൻ അവിടെ കാവലിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട്. ആ കാറ്റത്ത് നീളമുള്ള പുല്ലുകൾ കാറ്റടിക്കുന്ന ദിശയിലേക്ക് ചാഞ്ഞു വരുന്നത് മോൾദീൻ ചാൻ കണ്ടു. പക്ഷേ കുറേ പുല്ലുകൾ മാത്രം കാറ്റിന് എതിർ ദിശയിലേക്കാണ് ചരിയുന്നത്. മോൾദീൻ ചാൻ മനസ്സിലായി ഭൂതമാണ്. അവൾ പെട്ടെന്ന് യാങ്ചാനെ വിളിച്ചുണർത്തി. എന്നിട്ട് പറഞ്ഞു, വേഗം ആ പുല്ലരിയൂ. ഇത് ഭൂതത്താൻ കേട്ടു. ഭൂതത്താൻ പുല്ലിൽ നിന്ന് തൻ്റെ പഴയ രൂപത്തിലേക്ക് മാറാൻ വേണ്ടി മന്ത്രം ചൊല്ലിയപ്പോഴത്തേക്കും വേഗതയുടെ ആശാനായ നമ്മളുടെ യാങ്ചാൻ തൻ്റെ കത്തിയെടുത്ത് ആ പുല്ല് മുഴുവൻ അറുത്ത് കഴിഞ്ഞിരുന്നു. അതോടെ ഭൂതത്തിൻ്റെ വിരലുകളും കൈയും കാലും ഒക്കെ അറ്റു വീണു. തൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വന്ന ഭൂതത്തിൻ്റെ ദേഹം മുഴുവൻ പരുക്കായിരുന്നു. യാങ്ചാൻ്റെ വേഗത ഭൂതത്തിനെ അമ്പരപ്പിച്ച് കളഞ്ഞു. ഭൂതം അവരോട് പറഞ്ഞു, അയ്യോ എന്നെ ഒന്നും ചെയ്യരുതേ. അപ്പോൾ മോൾദീൻ ചാനും യാങ്ചാനും കൂടെ പറഞ്ഞു, നിന്നെ ഞങ്ങൾ കൊല്ലാതെ വിടണമെങ്കിൽ ഇനി മേലിൽ ഗ്രാമത്തിലെ ആരെയും പിടിച്ചുകൊണ്ട് പോവുകയില്ല എന്ന് നീ ഞങ്ങൾക്ക് വാക്ക് തരണം. ഭൂതം സമ്മതിച്ചു. ഇനി മേലിൽ ഗ്രാമത്തിലെ ആരെയും പിടിച്ചുകൊണ്ട് പോവുകയില്ല എന്ന് ഭൂതം അവർക്ക് വാക്ക് കൊടുത്തു. എന്നിട്ട് ഭൂതം തൻ്റെ കൊട്ടാരത്തിലേക്ക് വേയിച്ച് തിരിച്ച് നടന്നുപോയി. മോൾദീൻ ചാനും യാങ്ചാനും ഗ്രാമത്തിലേക്ക് തിരിച്ചു ചെന്നു. ആദ്യമായിട്ടായിരുന്നു ഭൂതക്കൊട്ടാരത്തിൽ നിന്ന് ഒരാൾ തിരിച്ചെത്തുന്നത്. മാത്രമല്ല ഇനി ഭൂതം ആരെ ആക്രമിക്കുകയില്ല എന്നൊരു വാക്കും മേടിച്ചിട്ടുണ്ടല്ലോ. ഗ്രാമം ഇവരുടെ വരവ് ഒരു വലിയ ഉത്സവമായിട്ട് ആഘോഷിച്ചു. അങ്ങനെ യാങ്ചാൻ്റെ വേഗത ജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം ഉപയോഗിക്കാൻ മോൾദീൻ ചാൻ അവനെ സഹായിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.